ഭരണഘടനാപരമായ സംവരണാവകാശങ്ങൾ അട്ടിമറിക്കപ്പെടുന്നതിനെതിരെയും പട്ടികവർഗ വിഭാഗങ്ങൾ നേരിടുന്ന നീതി നിഷേധത്തിനെതിരെയും കേരളത്തിലെ പ്രമുഖ ഗോത്ര സംഘടനകൾ അണിനിരക്കുന്നു. ഇതിന്റെ ഭാഗമായി മാർച്ച് 14-ാം തീയതി ശനിയാഴ്ച രാവിലെ 10 മണിക്ക് മുരിക്കുംവയൽ ശ്രീ ശബരീശ കോളേജ് ഓഡിറ്റോറിയത്തിൽ പട്ടികവർഗ സംഘടനകളുടെ വിപുലമായ മഹാസംഗമം നടക്കും. നൂറ്റാണ്ടുകളായി അനുഭവിച്ചു വരുന്ന വിവേചനത്തിൽ നിന്ന് പാർശ്വവൽക്കരിക്കപ്പെട്ട വിഭാഗങ്ങളെ മോചിപ്പിക്കുവാൻ ഡോക്ടർ BR അംബേദ്കർ വിഭാവനം ചെയ്ത സംവരണാവകാശം ഇന്ന് ആസൂത്രിതമായി അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന നമുക്ക് നൽകുന്ന സംവരണ അവകാശങ്ങളും അതുപോലെ തന്നെ പട്ടികവർഗ വിഭാഗങ്ങൾക്കായിട്ടുള്ള അവകാശങ്ങളും ഇന്ന് ഈ സമയത്ത് വളരെയധികം നിഷേധിക്കപ്പെടുന്ന ഒരു അവസരമാണുള്ളത്. ഈ അവസരത്തിൽ ഇതിനെതിരെ ശബ്ദമുയർത്തുവാനായി കേരളത്തിലെ വിവിധ പട്ടികവർഗ സംഘടനകൾ ഒന്നായി കൈകോർക്കുകയാണ്. ഇതിനായി ഈ വരുന്ന 2026 മാർച്ച് 14-ാം തീയതി, അതായത് വരുന്ന ശനിയാഴ്ച മുരിക്കുംമേൽ ബിർസ മുണ്ട നഗറിൽ ശ്രീ ശബരീശ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് പട്ടികവർഗ വിഭാഗങ്ങളുടെ ഒരു മഹാസംഗമം സംഘടിപ്പിക്കുകയാണ്. ഈ സംഗമത്തിലൂടെ പട്ടികവർഗ വിഭാഗം നേരിടുന്ന നീതി നിഷേധങ്ങൾക്കെതിരെ ശബ്ദമുയർത്തുക എന്നതാണ് സംഘടനകളുടെ മുഖ്യ ലക്ഷ്യം എന്ന് പറയുന്നത്. ഭരണത്തിലേക്ക് കൊണ്ടുവരുന്ന ക്രീമി ലെയർ ഒഴിവാക്കുക, അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞുപോയ വേക്കൻ്റായിട്ട് കിടക്കുന്ന പോസ്റ്റുകളിലേക്കുള്ള നിയമനങ്ങൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നടപ്പിലാക്കുക. കേന്ദ്ര സർവകലാശാലകളിലും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും SC/ST വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചിട്ടുള്ള പകുതിയിലധികം തസ്തികകളും ഒഴിഞ്ഞുകിടക്കുകയാണ്. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണത്തിലൂടെ 10,000-കണക്കിന് സംവരണ അവകാശങ്ങളാണ് ഓരോ വർഷവും ഇല്ലാതാകുന്നത്. SC/ST വിഭാഗങ്ങൾക്കിടയിൽ ക്രീമി ലെയർ നടപ്പാക്കാനുള്ള നീക്കങ്ങൾ സംവരണത്തിൻ്റെ അന്തസത്തയെ തന്നെ തകർക്കുന്നതാണെന്നും ഇവർ ചൂണ്ടിക്കാട്ടി. ഗോത്ര വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങളും മറ്റ് ഇതര സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന സംരക്ഷണവും കേരളത്തിൽ നടപ്പാക്കുന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. ഇവിടെ ഇപ്പം മതപരിവർത്തനം ചെയ്തു പോയിട്ടുള്ള ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഒട്ടനവധിയുണ്ട്. ഇവർക്ക് സുപ്രീം കോടതിയും ഹൈക്കോടതിയും 2 വിധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഗോത്ര ആചാരം നിലനിർത്താത്ത ആൾക്കാർക്ക് ഒരു കാരണവശാലും ഗവൺമെൻറ് ആദിവാസികൾക്കുള്ള ആനുകൂല്യം കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. SC/ST വിഭാഗങ്ങളിൽ ക്രീമി ലെയർ നടപ്പാക്കുവാനുള്ള നീക്കം ഉപേക്ഷിക്കുക, ബാക്ക്ലോഗ് ഒഴിവുകൾ യുദ്ധകാല അടിസ്ഥാനത്തിൽ നികത്തുക, കർണാടക മാതൃകയിലുള്ള SC/ST സംവരണം നിയമം കേരളത്തിലും നടപ്പാക്കുക, ഗോത്ര പാരമ്പര്യം ഉപേക്ഷിച്ചു പോയവർ പട്ടികവർഗ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നത് തടയുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് യോഗം മുന്നോട്ട് വെക്കുന്നത്. ശ്രീ ശബരീശ കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന സംഗമത്തിന് കേരള കുറിച്യാർ സമാജം സംസ്ഥാന പ്രസിഡന്റ് ബാലൻ പൂത്താടി അധ്യക്ഷത വഹിക്കും. മലയേറിയ മഹാസഭ ജനറൽ സെക്രട്ടറി PK സജീവ് സ്വാഗതം ആശംസിക്കും. റിട്ടയർഡ് SP KV വിജയൻ IPS സംഗമം ഉദ്ഘാടനം ചെയ്യും. മുൻ GST കമ്മീഷണറും MET ചെയർമാനുമായ അഡ്വക്കേറ്റ് MR ഗംഗാധരൻ IRS വിഷയാവതരണം നടത്തും. മലയേറിയ മഹാസഭാ പ്രസിഡന്റ് MK സജി ചർച്ചകൾ നയിക്കും. K രഘു, TT മനോജ്, KP സുനിൽകുമാർ, രാജൻ അറക്കുളം, KM രാജൻ, V സുകുമാരൻ, KK മോഹനൻ, ശൈലജ നാരായണൻ, സനൽകുമാർ കാവനാൽ, സുബിൻ V അനിരുദ്ധൻ, ഡോക്ടർ VG ഹരിദാസ് തുടങ്ങിയവർ പ്രസംഗിക്കും. വാർത്താ സമ്മേളനത്തിൽ പ്രൊഫസർ TP അരുൺനാഥ്, ഹിന്ദു ഊരുകൂട്ട ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് രാജൻ അറക്കുളം, അജിത കൊമ്പുകുത്തി എന്നിവർ പങ്കെടുത്തു. ഫെസ്റ്റൂൺ ന്യൂസ്, മുണ്ടക്കയം.